എല്ലാവർക്കും നമസ്കാരം. PCOD, PCOS, പോളിസിസ്റ്റിക് ഓവറീസ്, അണ്ടാശയത്തിലെ കുമിളകൾ എന്നൊക്കെ പല പേരിലായി നമ്മളിപ്പോൾ മാറിയും മറിച്ചും ഒരുപാട് കേട്ട് വരുന്നുണ്ട് അല്ലേ. പലരും OP വരുമ്പോൾ തന്നെ എന്താ ബുദ്ധിമുട്ട് ചോദിക്കുമ്പോൾ എനിക്ക് PCOD ആണ് ഡോക്ടറെ എന്ന് പറയുന്നതും കുറവൊന്നുമല്ല. എന്നാൽ ഇതിൽ ഏറ്റവും രസമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും PCOD ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്നറിയാൻ അതിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അധികമായിട്ട് കാണുന്നത് മാസമുറയിലുള്ള ക്രമക്കേടുകളാണ്. റെഗുലർ ആയിട്ട് പീരീഡ്സ് ഉണ്ടാവുക, 2-3 മാസം കൂടുമ്പോൾ മെൻസസ് ആവുക, ചിലപ്പോൾ 6 മാസം വരെയൊക്കെ മെൻസസ് ആവാതിരിക്കുക, ചിലർക്ക് മരുന്ന് കഴിച്ചാൽ മാത്രം മെൻസസ് ആവുക. അത് മാത്രമല്ല, മെൻസസ് ആയാൽ തന്നെയും ചിലപ്പോൾ ബ്ലീഡിങ് വളരെ കുറച്ചുണ്ടാവുക, ചിലവർക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം ബ്ലീഡിങ് ആയിട്ട് പിന്നെ ബ്ലീഡിങ് നിൽക്കാതെ വരിക. ഇങ്ങനെ പല തരത്തിലുള്ള മെൻസസിലെ ഇറഗുലാരിറ്റീസും പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. അടുത്തതായിട്ട് ഫിസിക്കൽ അപ്പിയറൻസിൽ കാണുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. ചില കുട്ടികൾക്ക് വളരെ കൂടുതലായിട്ട് അമിതമായിട്ടുള്ള രോമ വളർച്ച ഫേസിലൊക്കെ ഉണ്ടാവുക, മുഖക്കുരു ഉണ്ടാവുക, എണ്ണമയമുള്ള ചർമ്മം ഉണ്ടാവുക, തലമുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോവുക, അതേപോലെ കക്ഷത്തിലും കഴുത്തിന്റെ സൈഡിലും കൈകാല് മുട്ടുകളിലൊക്കെ സ്കിന്നിന് നിറവ്യത്യാസം ഉണ്ടാവുക എന്നൊക്കെ കണ്ടുവരുന്നുണ്ട്. സോ ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണിലുള്ള പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ്. സോ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുകയൊക്കെയാണ് ഇതിന്റെ കാരണം. സോ ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ സംശയം മാറ്റാം. താങ്ക് യു.